പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അപ്പോൾ ഓണം എന്ന് ഓർക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് എത്തുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണത്തിന്റെ നിറമായിരിക്കും ഈ ദിനങ്ങളിലെല്ലാം. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിൽ, ആ പാച്ചിലിന്റെ കൂടെ 24-ഉം പായുകയാണ്. വിവിധയിടങ്ങളിൽ ആ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ ഊഴ്ന്നിറങ്ങാൻ പോകുന്നു. അടുത്ത നഗരത്തിലേക്ക്, നാട്ടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെയും ഒപ്പം കൊച്ചിയിലെയും കോഴിക്കോടിലെയും ഒക്കെ തിരക്ക് കണ്ടു. ഒപ്പം മറ്റിടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. എന്തായാലും അഖിൽ ഷാ അൻസാർ ഇപ്പോഴും അവർ കിഴക്കേക്കോട്ടയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി പോകാം അവിടേക്ക്. അഖിൽ ഷാ, കിഴക്കേക്കോട്ടയിലെ ആ തിരക്ക് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ടു, അപ്പോഴാണ് കണക്ഷൻ കട്ടായത്. അപ്പൊ പറയൂ, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ തിരക്ക്, വിവരങ്ങൾ? പരിജിൻ, ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ട ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. നമുക്കറിയുന്നത് പോലെ തന്നെ കിഴക്കേക്കോട്ട, അത് കിഴക്കേക്കോട്ടയും ഓണം സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്രാടപ്പാച്ചിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിരവധി കച്ചവടക്കാർ, ഈ പറയുന്ന കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങളടക്കം, ഈ മധുരം, ഈ മിഠായികളടക്കം, ഒപ്പം വസ്ത്രങ്ങൾ വരെ വാങ്ങാൻ കഴിയുന്ന ഒരു വ്യാപാര കേന്ദ്രം തന്നെയാണ് ഈ കിഴക്കേക്കോട്ടയിൽ ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. അത് ഈ ആളുകളൊക്കെ ഈ അവസാനഘട്ട ഓട്ടത്തിൽ കൂടിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെയും നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിരുന്നു. രാവിലെയും ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്തായാലും ഈ ഓണത്തിൻ്റെ അവസാന ഘട്ട തിരക്കിലാണ് ഓരോരുത്തരും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇനി ഈ ദിവസം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ ഇവർക്ക് സാധനങ്ങൾ, സാമഗ്രികൾ, ഈ പറയുന്ന വട്ടങ്ങളൊക്കെ മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ വാങ്ങിക്കാനുള്ളൊരു തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു തിരക്കിൽ കിഴക്കേക്കോട്ടയിലെ ഈ പറയുന്ന ഈ ഒരു സ്ട്രീറ്റ് അത് മൊത്തത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പോലീസ് ഈ തിരക്ക് അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. സഞ്ചാരം വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ഇത്തരത്തിൽ അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കുഴപ്പമില്ല, സദ്യവട്ടങ്ങളൊക്കെ ആയോ? കുഴപ്പമില്ല. എല്ലാവരും ശ്രദ്ധ ഈ വർഷം അതിനേക്കാളും അവസാനഘട്ട ഓട്ടത്തിലാണ്. എന്ത് വാങ്ങാൻ വന്നതാ? എന്ത് വാങ്ങിക്കാൻ വന്നതാ? എന്ത് വാങ്ങിക്കാനേ വന്നതാ? സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ഓണത്തിനുള്ള. എല്ലാവരും ഇത്തരത്തിൽ അവസാനഘട്ട തിരക്കുകളിലാണ്. അതായത് ഈ പറയുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ പലതരം വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. അതായത് വസ്ത്രങ്ങൾക്ക് വസ്ത്രമുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൂ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ഒപ്പം മറ്റ് ഫാൻസി ഐറ്റങ്ങൾ ഉൾപ്പെടെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒപ്പം ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ശ്രീപത്മനാഭ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളത് ഈ ക്ഷേത്ര ദർശനം കൂടി ഇല്ലാതെ ഒരു ഓണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനവും അതിൻ്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലും ഈ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. നാളെയും ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയൊരു തിരക്ക്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചേച്ചി, ഓണത്തിന് സാധനങ്ങളുമായിട്ട് ഇറങ്ങിയതാണോ? ഇത്തരത്തിലാണ്. അതായത് എല്ലാവരും ഈ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മളോട് സംസാരിക്കാൻ പോലും അവർ തയ്യാറല്ല. എന്തായാലും ഈ പറയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇവിടെ നിന്നൊരു ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള റോഡാണ്. നമുക്കങ്ങ് ദൃശ്യങ്ങൾ വിദൂര ദൃശ്യത്തിലേക്ക് കാണിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്രയധികം നീളമുള്ളൊരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൽ മുഴുവനായും ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഓണത്തിരക്കിലാണോ ചേച്ചി? സാധനങ്ങളൊക്കെ മേടിച്ചോ? ആർക്കും
അവര് സംസാരിക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകേണ്ടതാണ്. കാരണം അവരെ കാത്ത് ഒരുപാട് പേർ വീട്ടിലുണ്ട്. ഓണത്തിന്റെ ആഘോഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ സമയം അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തെ ഓണപ്പാച്ചിൽ ഉത്രാടപ്പാച്ചിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നിൽക്കാൻ സമയമില്ല അവർക്ക്. അതുകൊണ്ടാണ് അഖിൽഷ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. പെട്ടെന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പൊക്കോളൂ അഖിൽഷ. കൂടുതൽ തിരക്കുള്ള മറ്റിടത്തേക്ക് ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഇനി വീണ്ടും വരാം. ഇപ്പോൾ നിതിൻ അംബുജൻ ഒരിക്കൽ കൂടി ബ്രോഡ്വേയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. നിതിൻ, ബ്രോഡ്വേയിലെ ഒരു ഭാഗത്തെ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഒരുപാട് എന്താണ് പറയാം, ഒറ്റ സ്ട്രീറ്റിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരിടം കൂടിയാണ് ബ്രോഡ്വേ. അവിടെയും ഇങ്ങനെ വന്നും പോകുന്നു ഒരുപാട് ആൾക്കാരെ കാണുന്നു. എല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഓണം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മലയാളികൾക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങും. ഉത്രാടത്തിൻ്റെ അന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. ഏറ്റവും ഒടുവിൽ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം ഉണ്ട് എന്നൊന്നും കൂടി ഉറപ്പിക്കും. ഇനി വാങ്ങാത്ത സാധനം ഉണ്ടെങ്കിൽ വീണ്ടും വരും, അത് വീണ്ടും വാങ്ങിപ്പോവും. അങ്ങനെ നാളെ തിരുവോണം കെങ്കേയമാക്കും. അതുകൊണ്ട് തന്നെയാണ് ഓണം നമ്മുടെ ആ എത്രമേൽ പ്രിയപ്പെട്ട ഉത്സവമായി മാറുന്നതും. ഇപ്പോൾ എവിടെയാ, ബ്രോഡ്വേയിൽ തന്നെയാണോ? അതിൻ്റെ ഏത് ഭാഗത്തുള്ളത് നിതിൻ? പ്രജിൻ, ബ്രോഡ്വേയിൽ തന്നെയാണുള്ളത്. കാരണം ബ്രോഡ്വേയിലേക്ക് ഒന്നിറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം പോലുള്ള വലിയ തിരക്കുകളാണ്. കാരണം പതിവായിട്ട് ഇവിടെ തിരക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇക്കുറി ഓണത്തിന്റെ ഒരു വരവേൽക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. ഉച്ചയോടുകൂടി തന്നെ ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടു. ഇനി അല്പം ഒന്ന് വൈകിയാൽ പിന്നെ വീണ്ടും ഇവിടെ തിരക്കിങ്ങനെ വർദ്ധിക്കും. ഏതാണ്ട് രാത്രി വരെ നീളുന്ന കച്ചവടമാണ് ഇവിടെ നടക്കാറ്. ആളുകൾ ഇപ്പോൾ ഡ്രസ്സ് മേടിക്കാനും അതോടൊപ്പം തന്നെ പച്ചക്കറി മേടിക്കാനും എല്ലാം ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ബ്രോഡ്വേ. ഏതായാലും ബ്രോഡ്വേയിലെ കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആളുകളുടെ തന്നെ ഈ പ്രതികരണം ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇക്കുറത്തെ കച്ചവടം? ഇപ്പൊ ഇന്നലെ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ആകെയുള്ള പ്രതീക്ഷ ഇപ്പൊ ഇന്നത്തെ ഒരു കച്ചവടം കൂടി മാത്രമേ ഉള്ളൂ. ഓണമായാലാണ് ഇവിടെ ബ്രോഡ്വേയിൽ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു കച്ചവടം കിട്ടുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ സാധാരണ പിന്നെയുള്ള ഈ പറഞ്ഞ പോലെ ഭായിമാരുടെയൊക്കെ ഒരു കച്ചവടമാണ്. അത് വലിയ പ്രതീക്ഷയില്ലാത്തൊരു കച്ചവടം. ആളുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയില്ലാത്തൊരു കച്ചവടമാണ്. ഇന്നത്തെ ഒരു കച്ചവടത്തിന്റെ അടിസ്ഥാനപ്പെട്ടിരിക്കും നമ്മൾ മൊത്തത്തിലുള്ള ബിസിനസിന്റെ. സെറ്റ് സാരി ഒക്കെ വാങ്ങി ആളുകളൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻസിന് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് സെറ്റ് സാരി, സെറ്റ് മുണ്ടും സെറ്റ് സാരിയും. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് റിട്ടേൺ ഉണ്ടായാലും മതി എന്നുള്ളതാണ്. എന്തായാലും പ്രജിൻ, ഇത്തരത്തിൽ കാരണം ഓണാഘോഷം അല്ലാതെ പല കോളേജിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആളുകളൊക്കെ ഇവിടെ വന്ന് സെറ്റ് സാരി, കുട്ടികളൊക്കെ ഇവിടെ സെറ്റ് സാരിക്ക് മേടിച്ച് പോയി. ഇനിയിപ്പോൾ അവസാനവട്ട ഈ ഒരു ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ തിരക്കിലുമാണ് ഈ നാടും നഗരവും ഉള്ളത്. അതിന്റെ എല്ലാം കാഴ്ചകളും പ്രതികരണങ്ങളുമാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കേട്ടത്. ഇനിയുള്ള മണിക്കൂറുകൾ ഇത്തരത്തിൽ തിരക്കിവിടെ കൂടും. ഒരുപക്ഷെ ഇനിയിപ്പോ ഈ തിരക്ക് കൂടിയാൽ നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കാണ് ഇവിടുത്തെ. ശരി, നിതിൻ അംബുജനാണ് ബ്രോഡ്വേയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നു. തേക്കിൻകാട് മൈതാനത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ സൂരജ് സജി തയ്യാറായി നിൽക്കുന്നുണ്ട്. സൂരജ്, തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ. അപ്പോൾ എന്ത് ആഘോഷം വന്നു കഴിഞ്ഞാലും അത് വേറൊരു ലെവലിൽ കളറാക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂരിലെ ഗഡികൾ. എന്താണ് തേക്കിൻകാട് മൈതാനത്തെ കാഴ്ചകൾ? അവിടെ എത്രമാത്രം ആൾക്കാർ വന്നിട്ടുണ്ട്? അവരുടെയൊക്കെ ഓണ അഭിപ്രായങ്ങൾ, വിശേഷങ്ങൾ എന്താണ്? ചോദിച്ചറിയൂ. പ്രജന, ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലൊരു പൂരമായി മാറുന്ന കാഴ്ചയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രമാത്രം ജനസാഗരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തെക്കേ ഗോപുര നടയിലാണ്. അതായത് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഈ തെക്കേ ഗോപുര നടയിലാണ് പ്രധാനമായും ഈ ഓണത്തപ്പനെ അടക്കം വാങ്ങാനായി ആളുകൾ എത്തുന്നത്. ചെറിയ പാത്ര വിൽപ്പന തുടങ്ങി അങ്ങനെ ചെറുകിട കടകളെല്ലാം തന്നെ ഈ തെക്കേ ഗോപുരത്തിന് മുന്നിലുള്ള തേക്കിൻകാട് മൈതാനിയിലാണ്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അത് രാവിലെ മുതൽ തന്നെ ഇവിടെ എല്ലാം തിരക്കാണ്. ഇതിന്റെ പടിഞ്ഞാറേ നടയിലാണെങ്കിൽ അവിടെ ഈ പൂക്കളുടെ വിപണിയുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ വലിയ തിരക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്ക് അത് കുറച്ചുകൂടി ഇരുട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തിരക്ക് വീണ്ടും ഇരട്ടിക്കുന്നതാണ് എല്ലാ കൊല്ലവും ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച. ഇപ്പോൾ നമുക്കൊരു ദൃശ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മാവേലിയുടെ വേഷമൊക്കെ ധരിച്ചു വന്ന് പായസം വിൽക്കുന്ന ആളാണ്. ഇത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. പലപ്പോഴും ജയന്റെ വസ്ത്രം ധരിച്ചിറങ്ങുന്ന ആളാണ്. ചേട്ടാ, എങ്ങനെയാ ഓണം? ഓണം നല്ല സന്തോഷത്തിലാണ്, സങ്കടത്തിലാണ്. ഈ പായസം മാവേലിയുടെ വേഷത്തിൽ വന്ന് വിൽക്കാൻ തീരുമാനിച്ചെന്താ? അതായത് ഇന്ന് കറക്റ്റായിട്ടുള്ള ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവരും പ്രജകളും ഇന്ന് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പായസമായിട്ട് വന്നു. എല്ലാ കൊല്ലവും മാവേലിയായിട്ടാണ് വരുന്നത്. എല്ലാ കൊല്ലം ഈ സമയത്ത് മാവേലിയായിട്ട് വരും. ഇവിടെ നാളെ ചിലപ്പോൾ ആൾ കുറയും. ഈ സമയത്ത് പായസം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആകൂടി രണ്ട് വ്യക്തികളാണ് നമ്മൾ മെയിനായിട്ട് എടുക്കാറ്. കൊല്ലത്തിൽ മറക്കാതെ വരുന്നത് മാവേലിയും ജയൻ സാറാണ്. വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട്. ചേട്ടാ, ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല, ഓണക്കോടി എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഉത്രാടപ്പാച്ചിലാണ്. അപ്പോ അതെ, ഉത്രാടപ്പാച്ചിലാണ്. ചേട്ടനെടുത്തോ? ഇല്ല, എടുക്കണം.
ആ എന്താ ചേച്ചി എങ്ങനെയുണ്ട് ഓണം? ഓണം നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഓണം എത്തിയോ? വീട്ടിലേക്ക് എത്തിയോ? വീട്ടിലെത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് തന്നെയാണ് പ്രജിൻ, വലിയ ജനക്കൂട്ടം അത് നമുക്ക് ഈ തെക്കേ ഗോപുര നടയിൽ ഈ തെക്കിൻകാട് മൈതാനിയിൽ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിന്റെ വിവിധ മാർക്കറ്റുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം കൂടി, ചേച്ചി ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തു. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞോ? ഉത്രാടപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇനി എന്തൊക്കെയാ വാങ്ങാനുള്ളത്? കുറച്ച് സാധനം കൊണ്ട് മേടിക്കാണ്ട്. ബാക്കി ആയാൽ എല്ലാം ആയി? നല്ലതെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. പൂവൊക്കെ വാങ്ങിയോ? പൂവൊക്കെ മേടിച്ചു. ഇത് തന്നെയാണ് പ്രജിൻ, എന്തായാലും വലിയ തിരക്ക് അത് തൃശ്ശൂരിലും അനുഭവപ്പെടുന്നു. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗം അപ്പാടെ തൃശ്ശൂരിലും അങ്ങനെ തന്നെയാണ് പ്രജിൻ. യെസ്, അപ്പോൾ തൃശ്ശൂരിലെ കാഴ്ചകൾ കണ്ടു, ഗംഭീരമാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ ഓണത്തപ്പനെയൊക്കെ വാങ്ങാനുള്ള തിരക്ക് അവിടെ ഉണ്ടെന്നാണ് സൂരജ് സർജി പറയുന്നത്.